എൻ്റെ രോമത്തിൽ തൊടാത്ത പ്രശ്നങ്ങൾ ഈ നാടിൻ്റെ പ്രശ്നമല്ല എന്ന് കരുതുന്നവർക്കും രാഷ്ട്രീയം ഇല്ലാതിരിക്കുന്നത് ഒരു അഭിമാനമായി കാണുന്നവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കഴിഞ്ഞ 22 ദിവസമായിട്ട് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ഒരു യുവജന പ്രക്ഷോഭം നടക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള 20 കുട്ടികളുടെ ആത്മഹത്യയുമാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത്. ഈയൊരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പരാജയം ഏറ്റെടുത്ത്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ടാണ് ഈ സമരം തുടങ്ങുന്നത്. നമുക്കറിയാം, ഉത്തരവാദിത്വം, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മുടെ സർക്കാർ നിർവഹിക്കാത്തൊരു കാര്യമാണ്. അവർക്കാകെ കൂടി ചെയ്യാൻ കഴിയുന്നത് ആളുകളെ വർഗീയമായിട്ട് വിഭജിക്കുക, നുണ പ്രചരിപ്പിക്കുക, എതിർക്കുന്നവരെ തീവ്രവാദികളാക്കുക തുടങ്ങിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസത്തെ സോഷ്യൽ മീഡിയയിലെ ഫൂട്ടേജുകൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നരനായാട്ടാണ് ഡൽഹി പോലീസ് ഈ സമരം നടത്തിയ യുവാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ളതെന്ന്. പെൺകുട്ടികളെ പബ്ലിക്കായിട്ട് മൊളസ്റ്റർ ചെയ്യുക, യുവാക്കളുടെ തല തല്ലിപ്പൊളിച്ച് അത് കണ്ട് ചിരിക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അൽഗോരിതം കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതല്ലെങ്കിൽ ഇതൊരു പക്ഷേ കണ്ടേക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇംഗ്ലീഷിലൊരു സോ കോൾഡ് നാഷണൽ മീഡിയയിൽ ഞാനൊരു സംവാദം കണ്ടു. അതിൽ ഈ യുവാക്കൾ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറയണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ നെറേറ്റീവ് നടക്കുന്നത് തന്നെ, ആ ചർച്ചയുടെ നെറേറ്റീവ് നടക്കുന്നത്. സംവിധാനത്തിലുണ്ടായ ഇത്രയും വലിയൊരു പരാജയത്തെ എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത്, അതിന് ഉത്തരം അത്രയേ ഉള്ളൂ: ഭയം. അധികാരം നിലനിർത്താനുള്ള ഭയം. നമ്മൾ രാജസ്ഥാൻ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേദികളിൽ പ്രധാനമന്ത്രി പച്ചയ്ക്ക് വർഗീയത പറയുന്നത് കേട്ടതാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെതിരെ ഒരു ശബ്ദമുയർത്തുക പോലും ചെയ്തില്ല. വാട്ടെവർ, നമ്മളിപ്പോൾ അതൊക്കെ വളരെ നോർമലൈസായിട്ട് കണ്ടു തുടങ്ങിയിരിക്കുന്നു. സോ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഭയത്തെ പറ്റിയിട്ടാണ്. അധികാരം നിലനിർത്താനുള്ള ഭയം, ചോദ്യങ്ങളോടുള്ള ഭയം. 12 വർഷമായിട്ട് ഒരിക്കൽ പോലും സ്ക്രിപ്റ്റഡ് അല്ലാത്തൊരു ഇൻ്റർവ്യൂ നടത്താത്ത ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലേശം ഉളുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, കാര്യമില്ല. മാത്രമല്ല, ന്യൂസ് ചാനലുകളോട് ഭയമായിരുന്നു. അതുകൊണ്ട് ന്യൂസ് ചാനലുകളെല്ലാം ബിനാമികളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. പ്രതിപക്ഷ പാർട്ടികളോട് ഭയമാണ്. പ്രതിപക്ഷ പാർട്ടികൾ വാങ്ങിക്കാൻ പറ്റാത്തതിനെ വിഘടിപ്പിച്ചു അല്ലെങ്കിൽ ഇല്ലാതാക്കി. മാത്രമല്ല, മണിപ്പൂരിനോട് ഭയം, സിനിമകളോട് ഭയം. അവരുടേതായിട്ടുള്ള പ്രൊപ്പഗാൻഡ അല്ലാത്ത സിനിമകളെല്ലാം സെൻസർ ചെയ്യപ്പെട്ടു. കാശ്മീർ ഫയൽസും, കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 2, ദുരന്തർ 2, ആർട്ടിക്കിൾ 370 തുടങ്ങിയിട്ടുള്ള പ്രൊപ്പഗാൻഡകളെ നാഷണൽ അവാർഡ് കൊടുത്ത് എന്താ പറയുക, പരിപോഷിപ്പിച്ചു. ഈ ആർട്ടിക്കിൾ 370 ഒരു സീനുണ്ട്. പണ്ട് കനയ്യകുമാർ കൊണ്ടുവന്ന ഒരു ഫേമസ് ആക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്, ആസാദി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഈ സിനിമയിൽ വിളിക്കുന്നത് പാകിസ്ഥാനിലെ തീവ്രവാദികളാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ പ്രൊപ്പഗാൻഡ അവർ കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തരം പ്രൊപ്പഗാൻഡ സിനിമകൾ ഹിറ്റാകുമ്പോൾ ഞാനും ഭയപ്പെടുന്നുണ്ട് നമ്മുടെയൊക്കെ ഒരു അവസ്ഥയെ പറ്റിയിട്ടേ. പണ്ട് പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോൾ മലപ്പുറത്തൊരു ആനയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് വിവാദമുണ്ടാക്കിയ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. സിനിമാക്കാർ, ബോളിവുഡ് സൂപ്പർ സ്റ്റാർസ്, ക്രിക്കറ്റ് കളിക്കാർ. അവർക്ക് ഇപ്പോൾ എവിടെയാണെന്നറിയില്ല. അവർക്ക് മനുഷ്യത്വത്തെ പറ്റിയിട്ടുള്ള കാര്യമായതുകൊണ്ട് അവർ സംസാരിക്കുന്നതാണോ എന്നറിയില്ല. വാട്ടെവർ, അവരിന്ന് പത്മശ്രീയും പത്മഭൂഷണും അല്ലെങ്കിൽ നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ട്, ഖേൽരത്ന, അർജുന അവാർഡൊക്കെ കിട്ടിയിട്ട് വലിയ നിലയിലെത്തി അവരുടെ ലൈഫൊക്കെ സെറ്റായി. പറഞ്ഞു വന്നത്, നമ്മളെ പറ്റിയിട്ട്
സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്ക്, പേരക്കുട്ടികൾക്ക്, അവർക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം നടക്കുന്നത്. കാലം ഏകാധിപതികളെ എല്ലായ്പ്പോഴും തുടച്ചു നീക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. All I want to say that they don't really care about us.